ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗ്രേറ്റിക്കൽ ടെക് ഗോ ചാർട്ടിംഗ് പവേർഡ് ബൈ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. കുറച്ച് ദിവസത്തെ അവധിക്ക് ശേഷമാണ് ഞാൻ ഇപ്പൊ നാട്ടിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നത്. ഒന്ന് രണ്ട് കാര്യങ്ങളുടെ ആവശ്യങ്ങളൊക്കെ എൻ്റെ ഓട്ടത്തിലായിരുന്നു. അപ്പൊ അതുകൊണ്ട് വീഡിയോസ് ഒന്നും നേരെ കൃത്യമായിട്ട് രീതിയിൽ ചെയ്യാൻ പറ്റിയിട്ടില്ല. ചെയ്ത വീഡിയോസിന് ഒരു ക്വാളിറ്റി ഒക്കെ വളരെ കുറവായിരുന്നു. അപ്പം അത് കണ്ടവർക്കും അത് കാണാൻ സാധിക്കാത്തവർക്കും ഞാനൊരു സോറി പറഞ്ഞുകൊണ്ട് നമ്മുടെ മാർക്കറ്റ് പ്രൊഫൈലിലെ വ്യൂയിലേക്ക് കടക്കാം. സോ കഴിഞ്ഞ ആഴ്ച നിങ്ങൾ നോക്കി അറിയാൻ പറ്റും, നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുന്ന സമയത്ത് നിഫ്റ്റി ഒരു കൃത്യമായിട്ടൊരു ഒരു ഡേ ക്യാൻഡിൽ എടുക്കുമ്പോൾ ഒരു അപ്സൈഡ് മൂവ്മെന്റ് ഒക്കെ തന്ന ഒരു ക്യാൻഡിലൊക്കെയാണ് കഴിഞ്ഞ ആഴ്ച സംഭവിച്ചത്. മാർക്കറ്റ് കയറാനൊക്കെ ഒരു ശ്രമിച്ചു. ഒരു വീക്കിലി നോക്കുകയാണെങ്കിൽ ഒരു ബെയറിഷ് ക്യാൻഡിൽ എന്ന് പറയാം. പക്ഷെ ആക്ച്വലി നമ്മുടെ മാർക്കറ്റ് പ്രൊഫൈൽ പ്രകാരം ഒരു നോർമൽ വേരിയേഷൻ അപ്പ് വീക്ക് ആയിരുന്നു കഴിഞ്ഞ ആഴ്ച നമ്മുടെ മാർക്കറ്റിൽ ഉണ്ടായത് നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ. അതേപോലെ മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മിഡ് ക്യാപ്പ് ഒരു ഡോജി ഒക്കെ ഒരു വീക്ക് ആണെങ്കിൽ കൂടി എന്നെ സംബന്ധിച്ച് ഞാൻ പറയുന്ന ഒരു നോർമൽ വേരിയേഷൻ അപ്പ് വീക്ക് ആയിരുന്നു വീക്ക്ലി ബേസിസ് വെച്ച് പറയുമ്പോൾ. അതേപോലെ ബാങ്ക് നിഫ്റ്റി ഒരു പ്യൂർലി പറയുകയാണെങ്കിൽ ഒരു വീക്കിലി എഫ് അതായത് കഴിഞ്ഞ വീക്കിന്റെ ലോ ആയ 55,355 ഭാഗത്ത് ഒരു വീക്കിലി എഫ് കൂടെ തന്ന ഒരു മാർക്കറ്റ്. ഇപ്പം ബാങ്ക് നിഫ്റ്റി എന്ന് പറയുമ്പോൾ മാർക്കറ്റ് പ്രൊഫൈൽ പ്രകാരം ബാങ്ക് നിഫ്റ്റിയുടെ ഒരു വ്യൂ എന്ന് പറയുമ്പോൾ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഒരു ന്യൂട്രൽ എക്സ്ട്രീം അപ്പാണ്. ആ ഒരു വീക്കിന്റെ പി യു സിയുടെ ഭാഗത്തൊക്കെ തന്നെ നമ്മൾ വ്യക്തമായിട്ട് ക്ലോസ് ചെയ്ത് 55,433 ഭാഗത്തൊക്കെ തന്നെയാണ് നമ്മൾ ക്ലോസ് ചെയ്തിരിക്കുന്നത്. സോ ഈ വരാൻ പോകുന്ന ആഴ്ചയിൽ നമുക്ക് വേണമെങ്കിൽ 55,100നും 55,900 ഇടയ്ക്കുള്ള ഈ ഒരു റേഞ്ചിന്റെ ഭാഗത്തേക്ക് മാർക്കറ്റ് ഒരു ബാലൻസ് തരാം. അല്ല എങ്കിൽ 55,900 മുകളിൽ സസ്റ്റെയിൻ ചെയ്തെങ്കിൽ മാത്രമേ ഇനി ഒരു ബൈയെ കുറിച്ച് 55,900 മുകളിൽ നിൽക്കുകയാണെങ്കിൽ മാത്രമേ മാർക്കറ്റ് ഒന്ന് കയറി ഈ ഒരു പി ഒ സി 56,162 ഭാഗത്തും അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ 56,863 ഭാഗത്തേക്കും പോകാനുള്ള ചാൻസ് ബാങ്ക് നിഫ്റ്റിക്ക് കാണുന്നുള്ളൂ. ഇനി താഴേക്ക് ഇറങ്ങി അതായത് 54,850 ഭാഗത്തേക്ക് വീണ്ടും ബാങ്ക് നിഫ്റ്റിയുടെ സ്പോട്ട് വരികയാണെങ്കിൽ തിരിച്ച് താഴേക്ക് ഇറങ്ങി ഈ പി ഒ സി കഴിഞ്ഞ വീക്കിന്റെ പി ഒ സി ആയ 54,203 ഭാഗത്തേക്ക് ഒരു ബാങ്ക് നിഫ്റ്റിക്ക് ഒരു മൂവ്മെന്റം വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഇതൊരു ബാങ്ക് നിഫ്റ്റിയുടെ ഒരു വീക്കിലി വ്യൂ ആണ്. മിഡ് ക്യാപ്പ് നിഫ്റ്റിയുടെ വീക്കിലി പറയുമ്പോൾ മിഡ് ക്യാപ്പ് നിഫ്റ്റി ഒരു നോർമൽ വേരിയേഷൻ അപ്ഡേ ആണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മുടെ മാർക്കറ്റൊക്കെ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിക്ക് ഇറങ്ങിയ സമയത്ത് കൂടെ മിഡ് ക്യാപ്പ് നിഫ്റ്റി പ്ലസിലാണ് ക്ലോസ് ചെയ്തത്. ചുരുക്കി പറഞ്ഞാൽ മിഡ് ക്യാപ്പ് നിഫ്റ്റിയെ സംബന്ധിച്ച് 13,200-നകത്തേക്ക് എൻ്റർ ആകുന്നുണ്ടെങ്കിൽ തിരിച്ച് ഈ കഴിഞ്ഞ വീക്കിന്റെ പി ഒ സി ആയ 13,104 ഭാഗത്തും അതിന് താഴെ 13,023 എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ആഴ്ചത്തെ പി ഒ സിയുടെ ഭാഗത്തേക്ക് ഒരു മീൻ റിവേഴ്സ് തരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി ഫ്രഷ് ബൈ എന്ന് പറയുമ്പോൾ 13,250 മുകളിൽ സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് ഈ ഒരു 13,306 അതിന് മുകളിൽ 13,436 ഭാഗത്തേക്കും പോകാനുള്ള ചാൻസ് മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് വളരെയധികം കൂടുതലായിരിക്കും. ഇതെല്ലാം ഒരു വീക്കിലി വ്യൂ ആണേ. ഇനി നമുക്ക് നോക്കേണ്ടത് എന്താണ് നിഫ്റ്റി ഒരു പ്യൂർലി ഒരു നോർമൽ വേരിയേഷൻ അപ്ഡേ ആണ്. പി ഒ സിയുടെ ഭാഗത്തേക്കാണ് വീക്കിലി ക്ലോസിംഗ് വന്നിരിക്കുന്നത് 25,326 ഭാഗത്തേക്കാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് 25,353 ഭാഗത്താണ്. ഇനി നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഈ 25,167 പൊട്ടി മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ തിരിച്ച് ഈ 24,988 എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ആഴ്ചത്തെ വീക്കിന്റെ ഭാഗത്തേക്ക് വരാം. ഇല്ല ഇനി ഫ്രഷ് ബൈ എന്ന് പറയുമ്പോൾ നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 25,437 മുകളിൽ സ്പോട്ട് നിൽക്കുകയാണെങ്കിൽ നമുക്കൊരു ബുള്ളിഷ് മൂവ്മെന്റ് തന്ന് നമ്മുടെ മൺഡേ 7th പി ഒ സി ആയ 25,453നും അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ 25,589 25,670 എന്ന് പറഞ്ഞ ഈ ഒരു ഏരിയയുടെ ഭാഗത്തേക്ക് മാർക്കറ്റ് പോകാം. ചുരുക്കി പറഞ്ഞാൽ നിഫ്റ്റിയെ സംബന്ധിച്ചൊരു അപ്സൈഡ് 440 ഭാഗത്തും ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് 55,900 ഭാഗത്തും മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് 13,250 മുകളിൽ നിൽക്കുകയാണെങ്കിൽ മാത്രമേ ഇനി ഒരു ബുള്ളിഷ് മൂവ്മെന്റ് ഈ വീക്കിൽ കണ്ടിന്യൂ ചെയ്യാനുള്ള ചാൻസ് ഞാൻ കാണുന്നുള്ളൂ. ഇല്ല എങ്കിൽ കഴിഞ്ഞ വീക്കിന്റെയോ അല്ലെങ്കിൽ ഈ കഴിഞ്ഞു പോയ വീക്കിന്റെ പി ഒ സിയുടെ ഭാഗത്തേക്ക് വരാനുള്ള മീൻ റിവേഴ്സ് തരാനും അതിന് താഴേക്ക് വന്ന് കഴിഞ്ഞ ആഴ്ചത്തെ പി ഒ സിയുടെ ഭാഗത്തേക്ക് ഒരു മീൻ റിവേഴ്സ് തരാനുള്ള ചാൻസ് മാർക്കറ്റിൽ വളരെയധികം കൂടുതലായിരിക്കും. സോ എനിക്കറിയാവുന്ന പല ട്രേഡേഴ്സ് ഒരു പീസ് ഓഫ് അഡ്വൈസ് തരാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോയിൽ ഒന്ന് പ്ലാൻ ചെയ്തത്. കാരണം എനിക്കറിയാവുന്ന പല നല്ല ഗുഡ് ട്രേഡേഴ്സ് ഈവൻ ഞാൻ വരെ എൻ്റെ ട്രേഡിങ്ങിന്റെ ക്വാണ്ടിറ്റി ഒക്കെ വളരെയധികം കുറച്ചിരിക്കുകയാണ്. ചില ദിവസങ്ങളിൽ വളരെ അപൂർവമായിട്ട് മാത്രമേ ട്രേഡ് ചെയ്യുന്നുള്ളൂ. ഇപ്പൊ ക്വാണ്ടിറ്റി കുറച്ച്
ഒരു മാർക്കറ്റിനെ ഒന്ന് ഒബ്സർവ് ചെയ്തതിന് ശേഷം മാത്രം ചെയ്താൽ മതി എന്ന് തീരുമാനിച്ചിരിക്കുന്നത്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, വിക്സ് 10 താഴെ നിൽക്കുകയാണ്. നിങ്ങൾ നോക്കുമ്പോൾ അറിയാൻ പറ്റും നമ്മുടെ ഇന്ത്യ വിക്സ് ഏകദേശം പറഞ്ഞ ഒരു 10 താഴെയാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തത്. വിക്സ് ഇത്രയും 10 താഴെ ക്ലോസ് ചെയ്യണം വളരെ അപൂർവമായിട്ടേ സംഭവിക്കാറുള്ളൂ. അപ്പൊ അതിനർത്ഥം എന്ന് പറഞ്ഞാൽ ഒരു ഓപ്ഷൻ ബയറെ സംബന്ധിച്ച് ഒരു പ്രീമിയം മൂവ്മെന്റിന്റെ ചാൻസ് വളരെ കുറവായിരിക്കും. കിട്ടിയാലും വളരെ പാടായിരിക്കും കിട്ടുന്നത്. അതായത് ഔട്ട് ഓഫ് ദ മണി അല്ലെങ്കിൽ അറ്റ് ദ മണി ഓപ്ഷൻസ് ഒക്കെ ട്രൈ ചെയ്യുന്നവർക്ക് പ്രോഫിറ്റ് കിട്ടും. മാർക്കറ്റ് മൂവ്മെന്റ് ഇല്ല എങ്കിൽ പ്രോഫിറ്റ് കിട്ടുന്ന കാര്യം ഗുദാഗതയാണ്, കിട്ടാൻ ചാൻസ് വളരെ കുറവാണ്. ഇല്ല, ഓപ്ഷൻ റൈറ്ററിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു വൃത്തികെട്ട പ്രീമിയം അതായത് 10 രൂപയ്ക്കും 15 രൂപയ്ക്കും ഒരു ഓപ്ഷൻ നമ്മൾ എങ്ങനെ പോയി സെല് ചെയ്യാൻ നിൽക്കും? ഒരു 10 ട്രേഡ് നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് ഒരൊറ്റ ട്രേഡ് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആകുമ്പോൾ എക്സിറ്റ് ആയി പോകും. അതുകൊണ്ട് ഓപ്ഷൻ റൈറ്ററിനെ സംബന്ധിച്ച് ഒരു പ്രീമിയം ഫൈൻഡ് ചെയ്ത് സെല് ചെയ്യാനുള്ള ഒരു പ്രീമിയം കിട്ടാത്ത രീതിയിൽ കൂടെ കൃത്യമായി പൊക്കോണ്ടിരിക്കണം. അപ്പൊ ആൾക്കാർ എന്ത് ചെയ്യുന്നു വെച്ചാൽ കുറച്ചും കൂടെ നെക്സ്റ്റ് വീക്ക് ഒക്കെ കയറി റൈറ്റ് ചെയ്യാൻ തുടങ്ങും. കാരണം എന്ന് വെച്ചാൽ അങ്ങനെ റൈറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ അവരെ സംബന്ധിച്ച് റിസ്ക് വളരെ കൂടുതലായിരിക്കും, മാർജിൻ കൂടുതലായിരിക്കും, ഇങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ വരും. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ഒരു മാർക്കറ്റിനെ അങ്ങനെ അങ്ങ് വിടുക. അതായത് ഈ മാർക്കറ്റിൽ വിക്സ് ഒന്ന് അറ്റ്ലീസ്റ്റ് ഒരു 10 മുകളിലോ അല്ലെങ്കിൽ 12 മുകളിലോ ഒക്കെ പോവുകയാണെങ്കിൽ മാത്രമേ ഒരു സസ്റ്റൈനബിൾ ആയിട്ട് ഒരു മൊമെന്റേറിയൻ ട്രേഡ്സ്, ഒരു മൊമെന്റം ട്രേഡേഴ്സ്, അതായത് മൊമെന്റം ചെയ്യുന്ന സ്കാൽപ്പേഴ്സിനൊക്കെ ഒരു പ്രോഫിറ്റബിലിറ്റി അല്ലെങ്കിൽ ഒരു ട്രേഡിന്റെ ഒരു എക്സിറ്റും എൻട്രി പ്ലാനും വളരെ രീതിയിൽ കൃത്യമായിട്ട് വർക്ക് ചെയ്യുള്ളൂ. അപ്പൊ അത് നിങ്ങളൊന്ന് വ്യക്തമായിട്ട് ഓർത്തുകൊള്ളുക. ഈ സമയം നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കാം. മാർക്കറ്റ് പ്രൊഫൈലിന്റെ ഒരു ബാച്ച് ഞാൻ സ്റ്റാർട്ട് ആക്കിയിട്ടുണ്ട്. അതിൽ സെപ്റ്റംബർ 15-നാണ് ഞാൻ ക്ലോസ് ചെയ്തത്. ഇത്തവണ കുറച്ച് പേര് എടുത്തോളൂ. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം. അതിന്റെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി തമിഴിൽ ബന്ധപ്പെടുക. സോ കഴിഞ്ഞ ആഴ്ച നിഫ്റ്റി ഒരു നോർമൽ വേരിയേഷൻ അപ്പ് വീക്ക് ആയിരുന്നു. ബാങ്ക് നിഫ്റ്റി ഒരു ന്യൂട്രൽ എസ്റ്റീം അപ്പ് വീക്ക് ആയിരുന്നു. ഇനി മിഡ് ക്യാപ്പ് ഒരു നോർമൽ വേരിയേഷൻ അപ്പ് വീക്ക് ആയിരുന്നു. അപ്പം ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് അവൻ കൃത്യമായിട്ട് ക്ലോസ് ചെയ്തിരിക്കുന്ന 55,414 POസിന്റെ ഭാഗത്തൊക്കെ തന്നെയാണ് അവൻ ക്ലോസ് ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി ഒരു സപ്പോർട്ട് എടുത്ത രീതിയിൽ ഒരു കൃത്യമായിട്ടൊരു ക്ലോസിംഗ് ഒക്കെ തന്നാണ് മാർക്കറ്റ് ഇപ്പം നിൽക്കുന്നത്. നമുക്കിത് വീക്കിലി വ്യൂ ആണ്. അപ്പൊ നമുക്ക് ഇനി നോക്കുകയാണെങ്കിൽ അടുത്ത ഡെയിലി വ്യൂ. ഇപ്പൊ നമ്മുടെ കഴിഞ്ഞ തിങ്കളാഴ്ച ഇന്നലെ മിനിഞ്ഞാന്ന് വെള്ളിയാഴ്ച നമ്മുടെ നിഫ്റ്റിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ബി ഷേപ്ഡ് പ്രൊഫൈലാണ്. ഒരു ഓപ്പൺ ഓപ്ഷൻ ആയിരുന്നു, ഒരു ഓപ്പൺ ഡ്രൈവ് ആയിട്ട് മാർക്കറ്റിലേക്ക് വന്ന് അത് IB ഫോം ചെയ്തതിനു ശേഷം പിന്നെ മാർക്കറ്റ് അവിടെ നിന്ന് അങ്ങോട്ട് പോയിട്ടില്ല. അത് പോയിട്ടില്ല എന്ന് പറയാൻ കാരണം വേറെ ഒന്നും കൊണ്ടല്ല, മാർക്കറ്റ് അവിടെ തന്നെ കിടന്ന് കളിച്ചു. ഒരു പെർഫെക്റ്റ്ലി ഒരു ബി ഷേപ്ഡ് പ്രൊഫൈലാണ് മാർക്കറ്റിൽ വന്നിരിക്കുന്നത്. ബിയുടെ ഏറ്റവും വലിയൊരു കുഴപ്പം എന്ന് പറഞ്ഞാൽ ഡേഞ്ചറായ പ്രൊഫൈലാണ്. അതായത് ബിയുടെ ലോ, അതായത് 24,000 നമ്മുടെ ഇന്നലെ വന്ന ബിയുടെ ലോ ആയ 30 മിനിറ്റ്സ് നോക്കുമ്പോൾ പറയുന്നത് ഇന്നലെ വന്ന ലോ, അതായത് ഇന്നലെ അല്ല മെനിങ്ങാന്ന് വന്ന നിഫ്റ്റിയുടെ ലോ ആയ 25,286 എന്ന് പറഞ്ഞ ഒരു ഏരിയ നിഫ്റ്റി കട്ട് ചെയ്യുമെങ്കിൽ ഒരു ഹെവി സെല്ലിങ്ങിന്റെ ചാൻസ് വരും. ആ ഹെവി സെല്ലിംഗ് എങ്ങോട്ട് വരാം? ഈ POസിന്റെ ഭാഗത്തേക്ക് ഒരു മെയിൻ റിവേഴ്ഷൻ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ നമുക്ക് എങ്ങോട്ട് നോക്കാം? നിഫ്റ്റിയെ സംബന്ധിച്ച് ഇന്നലെ ഒരു ബി ഷേപ്ഡ് പ്രൊഫൈലാണ്, ഓപ്പൺ ഡ്രൈവ് ആയിരുന്നു, ഓപ്പൺ മാർക്കറ്റ് പ്രൊഫൈൽ ഉപകാരമുള്ള ഓപ്പണിംഗ് സെറ്റപ്പ് ഉപകാരം. പക്ഷെ അത് ഫെയിൽഡ് ആയിപ്പോയി. മാർക്കറ്റ് ഇപ്പൊ അങ്ങനെയാണ്, ഈ വർഷമൊക്കെ എല്ലാ സ്ഥലങ്ങളും ഫെയിൽഡ് ആവുന്നു. വർഷത്തിൽ ഒരു വർഷം 12 14 സമയം ടൈംസ് വരുന്ന ഫെയിൽഡ് ഓപ്ഷൻ മൾട്ടിപ്പിൾ ടൈംസ് വരുന്നു. പല വിന്നിങ് സ്ട്രാറ്റജീസും ഫെയിൽ ആവുന്നു. അങ്ങനെ ഒരു വൃത്തികെട്ട ഒരു വർഷത്തിൽ കൂടെയാണ് നമ്മളെ മാർക്കറ്റ് പ്രൊഫൈൽ ട്രേഡേഴ്സ്, ഞാനടക്കം പല ആൾക്കാരും ഫേസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. എപ്പോഴും ഓർത്തുള്ള ട്രേഡേഴ്സ് ലൈഫിൽ പോസിറ്റീവും വരും നെഗറ്റീവ് വരും. ലിമിറ്റ് ചെയ്ത് ട്രേഡ് ചെയ്താൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി മാർക്കറ്റ് വരുന്ന സമയത്ത് ഗ്രാബ് ചെയ്യാനും അതുവഴി നമ്മളെ എൻറ്റയർ സോറോസ് വിൽ ബിക്കെയിം ഹാപ്പിനെസ്. ഒരൊറ്റ ട്രേഡ് മതി നല്ലൊരു പ്രോഫിറ്റോടുകൂടി നമുക്ക് പ്ലസിൽ അവസാനിക്കാൻ പറ്റും. സോ നിഫ്റ്റിയെ സംബന്ധിച്ച് POC വന്നിരിക്കുന്ന 25,326 ഭാഗത്താണ് POC. സോ ഞാൻ ആ POC ഒന്ന് ആദ്യം മാർക്ക് ചെയ്യാം. 25,326 ഭാഗത്താണ് POC വന്നിരിക്കുന്നത്. ഇനി ബുള്ളിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ ഞാൻ എടുക്കുന്നത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 24,380 മുകളിൽ മാത്രമേ ഞാനൊരു ബുള്ളിഷ് റെഫറൻസ്, എത്രയാണ് 25,000 ഇന്നലെ ഒരു റിവേഴ്സൽ വന്ന 25,380 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാനൊരു ബുള്ളിഷ് റെഫറൻസ് എടുക്കും. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 25,437 ഭാഗത്തേക്ക് പോകും. R1 എന്ന് പറയുമ്പോൾ 25,437 ഭാഗത്തേക്ക് മാർക്കറ്റ് പോവാനും അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എങ്ങോട്ട് പോവാം? മാർക്കറ്റ് ഒരു ബുള്ളിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന ജൂലൈയുടെ പൊസിഷനിലെ ഭാഗത്തേക്ക് വേണം. അപ്പൊ നമുക്ക് ആ 25,437 കട്ട് ചെയ്യുന്ന സമയത്ത് അടുത്ത നിൽക്കുന്ന POC എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് പറഞ്ഞാൽ നമുക്കത് 437 മുകളിൽ അടുത്ത വരാൻ പോകുന്നത് 25,475 ഭാഗത്തേക്ക്. R2 എന്ന് പറയുമ്പോൾ 25,475 ഭാഗത്തേക്കും അതിന് മുകളിൽ 25,530 എന്ന് പറഞ്ഞാൽ ഈ POC നമ്മുടെ ഏത് POC? 9 ജൂലൈയുടെ POC. R3 എന്ന് പറയുമ്പോൾ 25,530 ഭാഗത്തേക്ക് മാർക്കറ്റ് പോകാനുള്ള ചാൻസ് കൂടുതലാണ്.
സോ ഞാൻ ഈ സെല്ലിങ്ങിനെ കുറിച്ച് നമ്മളെ തമിഴിൽ പറഞ്ഞ ക്യാപ്ഷൻ എന്താണ്, IT കമ്പനികൾക്ക് ഇപ്പം പുതിയ H1B1 വിസ അപ്ലൈ ചെയ്യുന്നവർക്ക് 88 ലക്ഷം അടുപ്പിച്ചാണ് അവരുടെ ചാർജ്. 4 ലക്ഷം രൂപ അടുപ്പിച്ച് മാക്സിമം ചാർജ് വരുന്ന ഇപ്പോഴത്തെ വിസ പ്രോസസ്സിങ്ങിന് ട്രംപ് പുതിയ റൂൾ കൊണ്ടുവന്നു. എക്സിസ്റ്റിംഗ് വിസയ്ക്കും റിന്യൂവൽ വിസയ്ക്കും ആ പുതിയ റൂളില്ല. പകരം പുതിയതായിട്ട് നിങ്ങൾ ആരെങ്കിലും വേറെ ഏതെങ്കിലും കൺട്രിയിൽ നിന്ന് നിങ്ങൾ അമേരിക്കയിലേക്ക് തൊഴിലിന് വേണ്ടി, അതായത് IT തൊഴിലിന് H1B1 വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്ത് വിടുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവർ എത്ര കൊടുക്കണം? 89 ലക്ഷം രൂപ അടുപ്പിച്ച് നിങ്ങൾ ചാർജ് ഫീസ് കൊടുക്കണം എന്ന് പറഞ്ഞൊരു ഒരു കനത്ത അടി വന്നിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യയിലെ പല ADR-ഉം ഇൻഫോസിസ്, TCS അങ്ങനെയുള്ള കമ്പനികളിലെ എല്ലാ ADR-ഉം ഹെവി നല്ല രീതിയിൽ ഡൗൺ ആയിട്ട് മാർക്കറ്റ് മെനിയാന്ന് വന്നിട്ടുണ്ട്. സോ അത് പൊതുവെ നിങ്ങൾക്ക് അറിയാൻ പറ്റും, നിഫ്റ്റി അങ്ങനെ കൃത്യമായി ഡൗൺ ആയി വരുന്ന സമയത്ത് അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ആര് വർക്ക് ചെയ്യും? ബാങ്ക് നിഫ്റ്റി ഒരു റിവേഴ്സൽ സപ്പോർട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നാളെ ബാങ്ക് നിഫ്റ്റിയുടെ മൂവ്മെന്റും കൃത്യമായി നമ്മൾ വാച്ച് ചെയ്യേണ്ടി വരും. സോ 25,380 പൊട്ടുകയാണെങ്കിൽ 25,437, 475, 530 എന്ന ലെവലിലേക്ക് മാർക്കറ്റ് പോവാം. ഇനി ബെയറിഷ് റെഫറൻസ് പറയുമ്പോൾ ഞാൻ ഈ ബെയറിഷ് റെഫറൻസ് കൃത്യമായി എടുക്കുന്നുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ച് ബെയറിഷ് റെഫറൻസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലോ 25,270 താഴെ ഞാൻ എന്ത് സെല്ലിംഗ് എടുക്കും. 25,270 താഴെ ആയിരിക്കും സെല്ലിംഗ് എടുക്കണം. നാളെ മിക്കവാറും നമ്മൾ ഇതിന് താഴെ ആയിരിക്കും ഓപ്പൺ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്ത് ഈ ബെയറിഷ് റെഫറൻസിന്റെ ഭാഗത്ത് വരുമ്പോൾ ട്രേഡ് എടുക്കുന്ന കുറച്ചും കൂടെ ഈസി ആയിട്ടുള്ള സെറ്റപ്പ് ആയിരിക്കും. 25,270 താഴെ ട്രേഡ് എടുക്കുമ്പോൾ ഫസ്റ്റ് നമ്മൾ വരുന്ന ലെവലിൽ നിന്ന് 25,220 ഭാഗത്തേക്ക് വരാം. ഫസ്റ്റ് ടാർഗറ്റ് 25,220 ഭാഗത്തേക്ക് വരാം. ഫസ്റ്റ് ടാർഗറ്റ് അവിടെ ആയിരിക്കും. അതിന് താഴെ PUC 25,172 എന്ന് പറഞ്ഞ നമ്മുടെ ഏത് ദിവസം PUC ട്യൂസ്ഡേ കഴിഞ്ഞ ചൊവ്വാഴ്ച മാർക്കറ്റ് അടിച്ച് കയറിപ്പോയ ദിവസമുള്ള എക്സ്പയറി കലക്കിയ ദിവസം ആ PUC 25,172 ഭാഗത്തേക്ക് വരാം. അവിടെ ഒരു ബൈയിങ് ലെവൽ വേണമെങ്കിൽ എമർജ് ചെയ്യാം. അപ്പൊ അതൊന്ന് വാച്ച് ചെയ്ത് വെക്കുക. ഈ 25,172 പൊട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് താഴേക്ക് ഇറങ്ങി 25,1 നമ്മളെ സംബന്ധിച്ച് ഈ കൃത്യം പറഞ്ഞാൽ 25,114 ഭാഗത്തേക്ക് വരാം. പീരീഡിന്റെ സിംഗിൾസിനെ ടെസ്റ്റ് ചെയ്യാൻ വരാം. അപ്പൊ തേർഡ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 25,114 ഭാഗത്തേക്ക് വരാൻ ചുരുക്കി പറയാം. സോ 25,270 പൊട്ടിയേക്ക് നാളെ മിക്കവാറും ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നിങ്ങളൊരു കാര്യം വാച്ച് ചെയ്യുക. വാച്ച് ചെയ്തതിന് ശേഷം ഈ 25,270 ഭാഗത്തൊക്കെ മാർക്കറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് നിങ്ങൾ ഒരു പുട്ട് ഓപ്ഷൻ ട്രൈ ചെയ്യണം, കുറച്ചും കൂടെ ഈസി ആയിരിക്കും. 25,270 താഴെ മാർക്കറ്റ് 25,220, 172, 114 ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലായിരിക്കും. ഇനി നമുക്ക് നോക്കേണ്ട ബാങ്ക് നിഫ്റ്റി. സോ ബാങ്ക് നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റിയെ പോലെ തന്നെയായിരുന്നു ബാങ്ക് നിഫ്റ്റി. ഒരു പക്ക ഒരു ബി എന്ന് പറയാൻ പറ്റൂല, ഒരു പെർഫെക്റ്റ്ലി ഒരു ബാലൻസ്ഡ് പ്രൊഫൈൽ ആയിരുന്നു. ഓപ്പൺ ഓപ്ഷൻ ബാലൻസ്ഡ് പ്രൊഫൈൽ ആയിരുന്നു ബാങ്ക് നിഫ്റ്റി. PUC നിൽക്കുന്നത് 55,458 ഭാഗത്തേക്കാണ് ബാങ്ക് നിഫ്റ്റിയുടെ PUC. 55,458 ഭാഗത്തേക്കാണ് PUC വന്നിരിക്കുന്നത്. നമുക്കിനി ബുള്ളിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ ഞാൻ ഇനി 55,600 മുകളിൽ മാത്രമേ ഞാനൊരു ബൈയെ കുറിച്ച് ചിന്തിക്കുള്ളൂ. 55,600 മുകളിൽ സസ്റ്റെയിൻ ചെയ്താൽ മാത്രമേ ബാങ്ക് നിഫ്റ്റിക്ക് ഒരു ബൈയെ കുറിച്ച് ചിന്തിക്കാൻ പാടുള്ളൂ. അത് എത്ര വരെ പോകാനുള്ള ചാൻസ് ഉണ്ടാവും? ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ PUC, അതായത് കഴിഞ്ഞ വ്യാഴാഴ്ചത്തെ PUCയെ 55,760 ഭാഗത്തേക്ക് വരാം. 6-1 എന്ന് പറയുമ്പോൾ 55,760 ഭാഗത്തേക്ക് വരാനും അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്തെങ്കിൽ മാർക്കറ്റ് ഇങ്ങോട്ട് പോകാം. പഴയ ലെവലിന്റെ ഭാഗത്തേക്ക് നമ്മൾ ഇങ്ങനെ കറങ്ങി പോകണം. പഴയ ലെവലാണ്. അങ്ങനെ നോക്കുമ്പോൾ ഫസ്റ്റ് അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ അടുത്തത് 55,860 ഭാഗത്തേക്കും 55,860 ഭാഗത്തേക്ക് വരാനും 55,860 ഭാഗത്തേക്ക് 860 55,860 ഭാഗത്തേക്ക് ഫസ്റ്റ് ടാർഗറ്റ്. സെക്കൻഡ് ടാർഗറ്റ് 55,860 ഭാഗത്തേക്ക് വരാനും തേർഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ നമ്മളെ ബിഗ് റൗണ്ട് നമ്പർ ആയ 56,000 ഭാഗത്തേക്ക് 56,000 ഭാഗത്തേക്ക് മാർക്കറ്റ് വരും. ചുരുക്കി പറഞ്ഞാൽ 55,600 പൊട്ടുകയാണെങ്കിൽ 55,760, 55,860, 56,000 ഭാഗത്തേക്ക് വരാം. ഇനി ബാങ്ക് നിഫ്റ്റി സംബന്ധിച്ച് സെല്ലിംഗ് എന്ന് പറയുമ്പോൾ സെല്ലിംഗ് ഞാൻ എടുക്കുന്നത് വ്യക്തമായി ഞാൻ നിങ്ങളത് പറയുകയാണെങ്കിൽ സെല്ലിംഗ് എന്നെ കുറിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് 55,190 ഈ ഒരു ലോ ഭാഗത്ത് 55,190 ഭാഗത്തേക്ക് മാത്രമേ, അല്ലെങ്കിൽ മാർക്കറ്റ് ഇവിടെ ക്ലോസ് ചെയ്തിരിക്കുന്നു ഈ ഒരു ഏരിയ കൃത്യമായി പറഞ്ഞാൽ 55,295 താഴെ. അപ്പം എന്നെ ബെയറിഷ് പറയുമ്പോൾ 55,295 താഴെ ഞാൻ ബാങ്ക് നിഫ്റ്റിക്ക് ഒരു സെല്ലിനെ കുറിച്ച് ചിന്തിക്കുള്ളൂ. ആ സെല്ലിംഗ് ഫസ്റ്റ് നമ്മുടെ കഴിഞ്ഞ ട്യൂസ്ഡേയുടെ PUCയെ 55,107 തരാം. ഫസ്റ്റ് ടാർഗറ്റ് 55,107 തരാം. അത് ചെറിയ സപ്പോർട്ടീവായിട്ട് ആക്റ്റീവ് ചെയ്യും. ഫസ്റ്റ് ടാർഗറ്റ് അവിടേക്ക് വരും.
സെക്കൻഡ് ടാർഗറ്റ് 54,931 ഭാഗത്തേക്ക് വരാം. അതായത് മൺഡേയുടെ POC 54,931 54,931 54,931 ഭാഗത്തേക്ക് വരാനും. തേർഡ് എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ച് ഈ ഒരു POC കഴിഞ്ഞ ഫ്രൈഡേയുടെ 12th സെപ്റ്റംബർ POC ആയ 54,780 ഭാഗത്തേക്ക് വരാം. എത്രയാണ്? 54,780 ഭാഗത്തേക്ക് വരാം. ചുരുക്കി പറഞ്ഞ ബാങ്ക് നിഫ്റ്റി എനിക്ക് തോന്നുന്നു അതിന്റെ വലിയ രീതിയിൽ IT കമ്പനി അടിക്കുന്നുണ്ട്, ബാങ്ക് സ്റ്റോക്സ് അടിക്കുന്ന ഒരു പ്രതീക്ഷ എനിക്ക് മനസ്സിലില്ല. എന്നാലും മാർക്കറ്റ് ആയതുകൊണ്ട് നമുക്ക് എന്ത് വേണോ സംഭവിക്കാം. സോ 55 55 295 പൊട്ടുകയാണെങ്കിൽ 55,107 54,931 54,780 ഭാഗത്തേക്ക് മാർക്കറ്റ് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലായിരിക്കും. ഇനി നമ്മുടെ കഴിഞ്ഞ വെള്ളിയാഴ്ച കേറിയ ചെറുക്കൻ അതാരാണ്? നമ്മുടെ മിഡ് ക്യാപ്പ് ആയിരുന്നു മാർക്കറ്റിൽ കയറിപ്പോയത്. സോ മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് നോക്കി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു നല്ല രീതിയിൽ ഒരു വീക്കൊക്കെ ആയിരുന്നു മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് വന്നത്. സോ മിഡ് ക്യാപ്പിന്റെ POC വന്നിരിക്കുന്നത് വ്യക്തമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു പെർഫെക്റ്റ്ലി ഒരു ന്യൂട്രൽ എക്സ്ട്രീം അപ്പാണ്. സോ ന്യൂട്രൽ എക്സ്ട്രീം അപ്പ് എന്ന് പറയുമ്പോൾ ഫോളോ അപ്പ് തരില്ല. സോ POC നിൽക്കുന്ന 13,240 ഭാഗത്തേക്കാണ്, 13,240 ഭാഗത്തേക്കാണ് POC നിൽക്കുന്നത്. അത് ഞാൻ അന്ന് ആദ്യം മാർക്ക് ചെയ്തേക്കാം. 13,241 ആണ് നമ്മുടെ POC വന്നിരിക്കുന്നത്. അത് ഞാൻ മാർക്ക് ചെയ്ത് വെച്ചു. ഇനി ബെയറിഷ് റഫറൻസ് എന്ന് പറയുമ്പോൾ ഈ ഒരു 13,196 താഴെ മാത്രമേ നിങ്ങൾ സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കുള്ളൂ. എത്രയാണ്? 13,196 താഴെ സസ്റ്റെയിൻ ചെയ്യുന്നവർക്ക് മാത്രമേ ഒരു സെല്ലിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റുള്ളൂ. ആ സെല്ലിംഗ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് പറഞ്ഞാൽ ഈ ഒരു വാല്യൂരിയല്ലോ അല്ലെങ്കിൽ 13,156 ഭാഗത്തേക്ക് പോവാം. എസ് എന്ന് പറയുമ്പോൾ 13,150 13,150 ഭാഗത്തേക്ക് പോവാൻ ഫസ്റ്റ് ടാർഗറ്റ് അവിടെ ആയിരിക്കും. ക്ലിയർ ആവുന്നുണ്ടല്ലോ? സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു POC 13,100 ഭാഗത്തേക്ക് 13,100 ഭാഗത്ത് 13,100 ഭാഗത്തേക്ക് മൾട്ടിപ്പിൾ കുറെ POCകൾ എടുക്കാറുണ്ട് അവനെ സംബന്ധിച്ച്. അതിന് താഴെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈവൻച്വലി ഈ POC 13,029 ഭാഗത്തേക്ക് വരാം. എത്രയാണ്? 13,029 ഭാഗത്തേക്ക് മിഡ് ക്യാപ്പ് നിഫ്റ്റി വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലായിരിക്കും. സോ ഞാൻ എന്തുകൊണ്ട് മിഡ് ക്യാപ്പ് നിഫ്റ്റി ബെയറിഷ് റഫറൻസ് ആദ്യം പറഞ്ഞു എന്ന് വെച്ചാൽ IT കമ്പനീസിന്റെ കുറെ മിഡ് ക്യാപ്പ് നിഫ്റ്റി LTI അങ്ങനെ കുറെ IT കമ്പനീസ് ഉള്ളതുകൊണ്ട് ഇവൻ കുറച്ചും കൂടെ ഫാസ്റ്റ് ആയിട്ട് റിയാക്ഷൻ തരാനുള്ള ചാൻസ് കുറച്ച് കൂടുതലായി. എൻ്റെ മനസ്സ് തോന്നുന്നു അവൻ കുറച്ച് കൂടുതലായിരിക്കും തരുന്നത്. അപ്പൊ അത് നിങ്ങളെ മനസ്സിലൊക്കെ മനസ്സിലെപ്പോഴും ഒരു എന്താണ് ഒരു ഐഡിയ പോലെ വച്ചുകൊണ്ടിരിക്കുക. ഇനി ബുള്ളിഷ് റഫറൻസ് എന്ന് പറയുമ്പോൾ മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് 13,260 മുകളിലായി ഞാനൊരു ബൈ ഉള്ളത്. എത്രയാണ്? 13,260 മുകളിൽ മാത്രമേ ഞാനൊരു ബൈയെ കുറിച്ച് ചിന്തിക്കുള്ളൂ. അങ്ങനെയാണെങ്കിൽ എങ്ങോട്ട് പോവാം? 260 മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവനെ സംബന്ധിച്ച് പഴയ കുറെ റെഫറൻസ് ലെവലൊക്കെ കട്ട് ചെയ്യാൻ കിടപ്പുണ്ട്. ഇതൊക്കെ പഴയ ലെവലിന്റെ ഭാഗത്തേക്ക് മാർക്കറ്റ് പോവേണ്. നിങ്ങൾ നോക്കുമ്പോൾ അറിയാൻ പറ്റും. ഫസ്റ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് പറഞ്ഞാൽ 13,310 ഭാഗത്തേക്ക് വരാം. അപ്പൊ R1 എന്ന് പറയുമ്പം 13,310 ആണ്. 13,310 ഫസ്റ്റ് ടാർഗറ്റ് അവിടെ ആയിരിക്കും വരുന്നത്. സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുമ്പം 13,366 R2 എന്ന് പറയുമ്പോൾ 13,366 13,360 ഭാഗത്തേക്കും അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ റൗണ്ട് നമ്പർ ആയ 13,400 എത്രയാണ്? 13,400 ഭാഗത്തേക്ക് എത്രയാണ്? 13 R3 എന്ന് പറയുമ്പം 13,400 ഭാഗത്തേക്കും മിഡ് ക്യാപ്പ് നിഫ്റ്റി വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ചുരുക്കി പറഞ്ഞാൽ 13,260 ഇന്നലത്തെ ക്ലോസിംഗിന് മുകളിൽ തന്നെയാണ് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ബുള്ളിഷ് മൂവ്മെന്റ് മാർക്കറ്റിൽ ആക്ട് ചെയ്ത് അത് 13,310 360 400 ഭാഗത്തേക്ക് പോകാൻ പറ്റും. പക്ഷെ എനിക്ക് തോന്നുന്നത് നിഫ്റ്റിയും മിഡ് ക്യാപ്പ് നിഫ്റ്റിയും ഈ IT വന്ന ഈ ഒരു ന്യൂസിനെ വളരെയധികം താരിഫ് ഡൗൺവേർഡിലായിരിക്കും പ്ലാൻ ചെയ്യുന്നത്. OFS നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ OFS ഒരു ഡൗൺവേർഡ് സ്ട്രാങ് ആ ന്യൂസ് അറിഞ്ഞോന്ന് സംശയമുണ്ട്. OFS ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സോ OFS സംബന്ധിച്ച് ഈ ഒരു ന്യൂസ് വന്നതിന് ശേഷം ഹെവി ഒരു ബാലൻസ് ചെയ്ത് ഇപ്പം കൃത്യമായിട്ട് ഒരു പക്ക ഒരു ബാലൻസ് പ്രൊഫൈലാണ് ഇങ്ങനെ OFS മെയിൻറ്റെയിൻ ചെയ്ത്. നിങ്ങൾ നോക്കിയറിയാം OFS ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ബാലൻസ് പ്രൊഫൈൽ ഇങ്ങനെ മെർജ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ക ബാലൻസ് ആണ് OFS സംബന്ധിച്ച്. സോ ആ ഒരു റെഫറൻസ് പൊട്ടി വരെയാണെങ്കിൽ OFS ഇതൊക്കെ താഴോട്ട് അടിക്കാനും ആ ഒരു ന്യൂസ് ഒക്കെ നിങ്ങൾ നോക്കിയറിയാം പെർഫെക്റ്റ്ലി ബാലൻസ് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പൊക്കുകയാണ്. പക്ക ഒരു എന്തുവാണ് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു പ്രൊഫൈലൊക്കെ ഒരു പെർഫെക്റ്റ്ലി ഒരു ബാലൻസ് രീതിയിലാണ് മാർക്കറ്റിൽ പൊക്കോട്ടിക്കുന്നത്. സോ OFS സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വ്യക്തമായിട്ട് പറഞ്ഞ
ഒരു പെർഫെക്റ്റ്ലി ബാലൻസ് ഡേഞ്ചറസ് ആയി 8009 ഇപ്പം അവൻ ക്ലോസ് ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ കൂടി ഈ ഒരു ഏരിയ നമ്മൾ നോക്കി ഇവിടെ ഒരു ബാലൻസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഒരു പെർഫെക്റ്റ്ലി ഒരു ബാലൻസ് ക്രിയേറ്റ് ചെയ്ത് ആശാൻ വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊഫൈലായിരുന്നു ഇതിന് ഏതാണ് OFS സംബന്ധിച്ച്. അപ്പോൾ OFS ഈ ഒരു റേഞ്ച് ഇങ്ങനെ ഒരു ന്യൂസ് വന്നതിന് ശേഷം കുറച്ച് ദിവസങ്ങളായിട്ട് ഈ ഒരു റേഞ്ച് ഇങ്ങനെ അവ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കുകയാണ്. സോ താഴേക്കും വരാതെ മുകളിലോട്ടും പോവാതെ ഇങ്ങനെ അവ മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ ഈ 900 താഴെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നെങ്കിൽ ഈ ഒരു POC അതായത് 9th സെപ്റ്റംബർ POC ആയ 8400 ഭാഗത്തേക്ക് ഒരു 8400 അതിന് മുമ്പേ ഉള്ള ഒരു ഈ ഒരു POC കണ്ടല്ലോ, അതായത് ഈ 26 ആഗസ്റ്റിന്റെ POC ജമ്പ് ചെയ്താണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്. ആ ഒരു POCയുടെ ഭാഗത്തേക്ക് വേണമെങ്കിൽ വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പോൾ അതേപോലെ നോക്കുക, TCS ആയാലും നമ്മൾ നോക്കുമ്പോൾ TCSന്റെ പൊസിഷൻസ് ആയാലും ഒരു എന്താണ് TCS ഒരു ഇമ്പോർട്ടന്റ് കുറച്ച് താഴേക്ക് അടിച്ചു വന്നാൽ ഇവിടെ എത്രയാണ് 3129 സപ്പോർട്ട് ഉണ്ട്, അതിന് താഴെ 3110 ഉണ്ട്. അത് പൊട്ടിക്കഴിഞ്ഞാൽ 3049 വരെ വരാം. ഇൻഫോസിസ് സംബന്ധിച്ച് നോക്കുമ്പോൾ ഇൻഫി ആണെങ്കിൽ ഇപ്പോൾ ഒരു റേഞ്ച് മെയിൻറ്റെയിൻ ചെയ്യാണ്. അവനെ സംബന്ധിച്ച് ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ട് 1504 ആണ്. അത് പൊട്ടി 1504 അത് 1500ന്റെ ഭാഗത്താണ് സപ്പോർട്ട്. അത് പൊട്ടിക്കഴിഞ്ഞാൽ തിരിച്ച് ഈ ഒരു POC 1434ന്റെ ഭാഗത്തേക്ക് വരാം. പിന്നെ ടെക് മഹീന്ദ്ര ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് അങ്ങനെയുള്ള ഒരു എന്താണ് ഒരു റേഞ്ച് ഇപ്പം 1522 പൊട്ടിക്കഴിഞ്ഞാൽ താഴേക്ക് അടിച്ച് 1490 വരാം. താഴേക്കും പോകണം. അപ്പം ചുരുക്കി പറഞ്ഞാൽ IT കമ്പനികളെല്ലാം വാച്ച് ചെയ്യുക. അത് വേണമെങ്കിൽ നിഫ്റ്റിയും മിഡ് ക്യാപ്പിനെയൊക്കെ ഒരു ഡ്രോ ഡൗൺ താഴേക്ക് കൊണ്ടുവരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലായിരിക്കും. ഇതൊരു ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പം നമുക്ക് IT കമ്പനീസിന് വരുന്നതുകൊണ്ട് നമ്മുടെ നിഫ്റ്റിയും മിഡ് ക്യാപ്പിനെയൊക്കെ ബാധിക്കുന്നതാണ്. ഞാൻ OFSസും SCL ടെക് മഹീന്ദ്ര, ഇൻഫോസിസ് ഒക്കെ എടുത്ത് കാണിച്ചിരുന്നത്. അപ്പം നിങ്ങളത് ട്രേഡിംഗ് ഒരു ഒബ്ജക്റ്റീവ് ആയിട്ട് എടുക്കാതെ ആ ഒരു ലെവൽ എങ്ങനെ ആക്കിയാണ് നോക്കി നിങ്ങൾ പ്ലേ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് കിട്ടാനുള്ള ചാൻസ് വളരെയധികം കൂടുതലായിരിക്കും. സോ എല്ലാവരും വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. നിങ്ങളുടെ ട്രേഡിംഗ് ഫ്രണ്ട്സിന് വീഡിയോ അയച്ചു കൊടുക്കാനും മറക്കാതിരിക്കുക. മെന്ററിംഗ് ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ സമയം നല്ലതാണ്. ഈ എന്താണ് നല്ല വൃത്തികെട്ട മാർക്കറ്റിൽ പഠിച്ച് നമ്മൾ ക്ലിയർ ആയി കഴിഞ്ഞാൽ നല്ല മാർക്കറ്റിൽ നമുക്ക് നല്ല രീതിയിൽ ട്രേഡ് ചെയ്യാൻ പറ്റും. സോ എല്ലാവർക്കും നന്ദി പറഞ്ഞ് വീഡിയോ സൈൻ ഓഫ്. നിങ്ങളെ സ്വന്തം വിഷ്ണുഗുപ്തൻ. ചാനൽ കാണുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ട്രേഡിംഗ് ഫ്രണ്ട്സിന് വീഡിയോ അയച്ചു കൊടുക്കാൻ മറക്കാതിരിക്കുക. ടേക്ക് കെയർ ആൻഡ് ഹാപ്പി സൺഡേ ടു all of you.